2025 സമാധാന നൊബേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. എത്ര നാളത്തെ ട്രംപിന്റെ കാത്തിരിപ്പാണ്, സ്വപ്നമാണ് ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണത്. ചെയ്തതും ചെയ്യാത്തതുമായ എത്രയോ കാര്യങ്ങൾ പാണനെ പോലെ പാടി പറഞ്ഞു നടന്നതാണ് ട്രംപ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പോലും താൻ ഇടപെട്ടാണ് അവസാനിപ്പിച്ചത് എന്ന് ഇന്ത്യ വിലക്കിയിട്ടും പോലും ട്രംപ് പറഞ്ഞു നടന്നു. ഗാസയിൽ സമാധാന സ്ഥാപകനായി അവതരിച്ചതും ഈ ഒരൊറ്റ മോഹം ഉള്ളിൽ വെച്ചാണ്. പക്ഷേ സമാധാനത്തിനുള്ള നൊബേൽ കിട്ടാൻ ഈ പോരാട്ടം മതിയാകില്ലെന്ന് നൊബേൽ കമ്മിറ്റി വിലയിരുത്തി. മുതൽ തുടങ്ങിയ ആഗ്രഹമാണ്. പക്ഷേ പരസ്യമായി ആ ആഗ്രഹം പ്രകടിപ്പിച്ചു തുടങ്ങിയത് 2018 മുതൽ. ജനുവരിയിൽ വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ട്രംപ് സമാധാന നൊബേലിനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയത്. താൻ ഇടപെട്ട നിരവധി യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഈ വർഷത്തെ സമാധാന പുരസ്കാരം നേടാൻ താൻ അർഹനാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയും ചെയ്തു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് തന്റെ ഇടപെടലിലൂടെയാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു. കൂടാതെ ഇസ്രായേൽ ഇറാൻ സംഘർഷം, അർമേനിയ അസർബൈജാൻ പ്രതിസന്ധി, കോങ്കോ റുവാണ്ട സംഘർഷം, കൊസോവ സെർബിയ പ്രശ്നങ്ങൾ, കംബോഡിയ തായ്ലൻഡ് കോൺഫ്ലിക്ട് തുടങ്ങിയ രാജ്യാന്തര പ്രശ്നങ്ങൾ പരിഹരിച്ചതിനും ട്രംപ് അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒടുവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധവും നൊബേലിനായി പാകിസ്ഥാൻ, ഇസ്രായേൽ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ശുപാർശയും ചെയ്തു. മാത്രമല്ല, തന്റെ മുൻഗാമി ബരാക് ഒബാമയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചതിനെയും ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചിരുന്നു. യാതൊന്നും ചെയ്യാതിരുന്നതിനാണ് ഒബാമയ്ക്ക് പുരസ്കാരം ലഭിച്ചതെന്നായിരുന്നു ട്രംപിന്റെ പരിഹാസം. വെനസ്വേല പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് ഇത്തവണത്തെ സമാധാന നൊബേൽ പുരസ്കാരം ലഭിച്ചത്. വെനസ്വേലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിനാണ് ജനാധിപത്യ അവകാശ പ്രവർത്തകയായ മരിയെ പുരസ്കാരം തേടിയെത്തിയത്. സമാധാനത്തിന് നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന 20ാമത്തെ വനിത കൂടിയാണ് മരിയ കൊറീന. വെനസ്വേലയുടെ ഉരുക്കു വനിത എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. നിസ്സഹായരായ ആളുകൾക്ക് വേണ്ടി പോരാടിയ വനിത എന്നാണ് നോർവീജിയൻ നൊബേൽ കമ്മിറ്റി മരിയെ വിശേഷിപ്പിച്ചത്. തനിക്ക് ലഭിച്ച അംഗീകാരം വെനസ്വേലയിലെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്കും തങ്ങളുടെ പോരാട്ടത്തിന് പിന്തുണ നൽകുന്ന US പ്രസിഡന്റ് ട്രംപിനും സമർപ്പിക്കുമെന്നും സമാധാന നൊബേൽ ജേതാവ് മരിയ കൊറീന മച്ചാഡോ പ്രതികരിച്ചു. മുൻകാല വിജയികളുടെ ധീരതയും സത്യസന്ധതയുമാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ കമ്മിറ്റിക്ക് പ്രചോദനമായതെന്ന് നൊബേൽ കമ്മിറ്റി അധ്യക്ഷൻ യോർഗൻ വെർട്സ്നെ ഫ്രിൻസ്നെസ് പറഞ്ഞു. എല്ലാ തരത്തിലുള്ള പ്രചാരണങ്ങളും മാധ്യമ ശ്രദ്ധയും നൊബേൽ കമ്മിറ്റി കണ്ടിട്ടുണ്ടെന്നും ട്രംപിനായുള്ള വൈറ്റ് ഹൌസിന്റെ നീക്കങ്ങളെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ നൊബേൽ കമ്മിറ്റിയെ രൂക്ഷ വിമർശനവുമായി വിമർശിച്ച വൈറ്റ് ഹൌസ് രംഗത്തെത്തി. സമാധാനത്തിനുപരിയായി രാഷ്ട്രീയത്തിനാണ് നൊബേൽ പുരസ്കാര സമിതി പ്രാധാന്യം കൽപ്പിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്താകും ട്രംപിന്റെ പ്രതികരണം എന്നത് കേൾക്കാൻ ലോകരാജ്യങ്ങൾ കാത്തിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് പരിശ്രമം അപ്പോൾ ഇനിയും തുടരണം. എല്ലാ വർഷവും ഉണ്ടല്ലോ നൊബേൽ. അപ്പോൾ ഇനി 2026 നോക്കട്ടെ. പക്ഷേ ഒരു വശത്ത് ഗാസ സമാധാന പദ്ധതി രൂപപ്പെടുത്തുകയും മറുവശത്ത് ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രയേലിന് അനുകൂല വീറ്റോ ചെയ്യുകയും ചെയ്യുന്നത് ശരിക്കും സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഭൂഷണമല്ലെന്ന് ട്രംപ് വിലയിരുത്തട്ടെ.